ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സന്നദ്ധമായി നിൽക്കുകയാണ് രാജ്യം. തെരഞ്ഞെടുപ്പ് തീയതി ഇനി പ്രഖ്യാപിക്കുകയേ വേണ്ടൂ. മറുവശത്ത് തകൃതിയായി സ്ഥാനാർത്ഥി ചർച്ചകൾ, പ്രഖ്യാപനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. BJP ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. അതിൽ കേരളത്തിലെ 12 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ പ്രഖ്യാപനത്തിന് ശേഷം പത്തനംതിട്ടയിൽ വലിയ ഭിന്നതകൾ, വാക്പോരുകളൊക്കെ നടക്കുന്നുണ്ട്. അനിൽ ആന്റണി, AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയാണ് BJP സ്ഥാനാർത്ഥിയായി പത്തനംതിട്ടയിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. പക്ഷേ PC ജോർജ് വലിയ സ്വപ്നം കണ്ടതാണ് ആ സ്ഥാനാർത്ഥിയായി തന്നെ പ്രഖ്യാപിക്കുമെന്നുള്ളത്. പക്ഷേ അത് നടന്നില്ല. അതിനുശേഷം വളരെ പ്രകോപനപരമായ രീതിയിൽ പാർട്ടിക്ക് തന്നെ ഡാമേജ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ PC ജോർജിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അതായത് PC ജോർജ് ഈ ജനപക്ഷം പിരിച്ചുവിട്ട് വലിയ ആശയോടുകൂടിയാണ് BJPയിലേക്ക് വന്നത്. അദ്ദേഹത്തിന് എന്താണെങ്കിലും അത്രയും ഉറപ്പിച്ചാണ് സീറ്റ് ഉണ്ടാകുമെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒന്നും പ്രതീക്ഷിച്ചില്ല എന്ന് പറയുമ്പോൾ PC ജോർജിൻ്റെ മനസ്സിൽ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി മോഹൻ തന്നെയായിരുന്നു. പക്ഷേ വലിയ ട്വിസ്റ്റായിപ്പോയി അനിൽ ആന്റണി അവിടെ പ്രഖ്യാപിച്ചത്. അപ്പോൾ ഇവർ രണ്ടുപേരും അവിടെ അത്ഭുതങ്ങളൊന്നും കാട്ടാൻ പോകുന്നില്ല എന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് മുഴുവൻ അറിയാം. പക്ഷെ എന്നിട്ടും ഈ തർക്കവും തല്ലും തീരുന്നില്ല. അതെ, തോൽക്കാൻ വേണ്ടിയുള്ള അടി അല്ലേ എന്ന് പറയാം. പക്ഷെ തോൽക്കാൻ വേണ്ടിയുള്ള അടിയായാലും അതിനകത്ത് ചില കാര്യങ്ങളിലൊക്കെ ജയിക്കണം എന്നുള്ള ഒരു സംഗതിയാണ് അവരുടെ ഇടയിലുള്ളത് എന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ മത്സരരംഗത്ത് ഉണ്ടാവുക എന്ന് പറയുന്നത് ജയിക്കുന്നത് പോലെ തന്നെ പല കാരണങ്ങൾ കൊണ്ടും ചില ലാഭങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ഇദ്ദേഹത്തെ പോലൊരു ആൾ, PC ജോർജിനെ പോലൊരാൾ എപ്പോഴാണ് രാഷ്ട്രീയത്തിൽ അയാളുടെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻസ് നമ്മൾ കാണുന്നത് മിക്കവാറും ഇത്തരം സന്ദർഭങ്ങളിൽ മാത്രമാണ്. അത് ഈ തെരഞ്ഞെടുപ്പുകളെ മുതലാക്കി അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലുമൊക്കെ സംഗതികൾ മുതലാക്കി സ്വന്തം സ്ഥാനമുറപ്പിക്കാനും എന്തെങ്കിലുമൊക്കെ പിന്നെ നേട്ടങ്ങൾ ഉണ്ടാക്കാനും വേണ്ടിയുള്ള ശ്രമങ്ങളാണ് പൊതുവിൽ നടത്തിയത്. അതിപ്പോൾ പല LDFിലാവട്ടെ UDFിലാവട്ടെ ഇതൊക്കെ തന്നെയാണ് അദ്ദേഹം ചെയ്തത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത് BJPയിലാണ്. BJPയുടെ ഭാഗമായി മാറി. അപ്പോൾ പിന്നെ ഇനി ഒന്നും നോക്കാനില്ല. കാരണം വെച്ചാൽ മറ്റിടത്താണെങ്കിൽ മറ്റ് പിന്നെ പാർട്ടികളുടെയൊക്കെ സമ്മർദ്ദം കൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടായിന്ന് വരും. ഇപ്പോൾ അതുപോലും ആവശ്യമില്ലാത്ത വിധത്തിൽ അദ്ദേഹത്തിന് തന്നിഷ്ടപ്രകാരം ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു കയ്യും കണക്കുമില്ലാതെ പ്രതികരിക്കാനും പിന്നെ പ്രവർത്തിക്കാനും ഒക്കെ കഴിയുന്ന ഒരു സാഹചര്യമായി കഴിഞ്ഞു. അതിൻ്റെ ഒരു എന്താ പറയുക നിയന്ത്രണമില്ലായ്കയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്നത്. അദ്ദേഹം ഒരു ചാനൽ പരിപാടിയിൽ ഞാൻ കേട്ടതാണ്. ആങ്കറോട് പറയുകയാണ്, അങ്ങോട്ട് പോകുന്നോളൂ, പാർലമെൻറ്റിലേക്ക് വന്നോളൂ, ഞാൻ പാസ് റെഡിയാക്കി തരാമെന്ന്. പാസ് റെഡിയാക്കി ഞാൻ വെച്ചേക്കാം, അങ്ങോട്ട് വന്നോളൂ നമുക്കാണ്. അപ്പോൾ ആങ്കർ ചോദിക്കുന്നത്, ഇത് യഥാർത്ഥത്തിൽ നിങ്ങൾ തിരഞ്ഞെടുപ്പ് മത്സരിക്കും എന്നതിൻ്റെ ആണോ ഇത് പറയുന്നത്? മത്സരിക്കുമോ? ഉറപ്പ്, അങ്ങോട്ട് പോന്നോളൂന്നേ എന്നൊക്കെ പറയാം. അപ്പോൾ അത്രയും കോൺഫിഡൻസോട്, അത്രയും അരഗൻസോട് കൂടി ഞാൻ ഈ പാർട്ടിയിൽ ചേർന്നാൽ അവിടെ ഒരു പത്തനംതിട്ട ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള മണ്ഡലമാണ്, അല്ലെങ്കിൽ അവിടെ നല്ല നിർണായക സ്വാധീനമുള്ള മണ്ഡലമാണ്. അവിടെ നിന്ന് ജയിച്ച് ഞാൻ ഇപ്പോൾ അവിടെ എത്തും, ജയിക്കുന്ന പോട്ടെ, മത്സരിക്കുന്നു എന്ന് അതേ സമയത്ത് ഒരു ഇത്ര വലിയൊരു പിന്നെ രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിക്കുള്ളിൽ ചെന്ന് കയറിയ ഉടനെ തന്നെ ഞാൻ അവിടെ മത്സരിക്കാൻ പോകണമെന്ന് സ്വയം വിചാരിക്കുകയും അത് പ്രഖ്യാപിക്കാനും ഒക്കെ തയ്യാറാകുന്ന ഒരാളുടെ ഒരു മാനസികാവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇതുപോലെ പിന്നെ അധികാരത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ പിന്നെ നേട്ടമുണ്ടാക്കാനോ എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരാളാണെന്ന് നമുക്കറിയാം. പല സന്ദർഭങ്ങളിലും അത് തെളിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം തന്നെ ഏതൊക്കെ വിധത്തിലാണ് കടന്നു വന്നിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കിയതാണ്. അതിൽ തന്നെ ഏറ്റവും അധികം പ്രതിലോമകരമായ നിലപാടെടുക്കാൻ കഴിയുമെങ്കിൽ അതിൽ മുഴുവൻ അത് എടുത്തുകൊണ്ടാണ്. എത്ര സന്ദർഭങ്ങളിലാണ് നമ്മൾ കണ്ടത് നൗഷാദ് എന്ന് പറയുന്ന പിന്നെ ഒരു ചെറുപ്പക്കാരൻ രക്ഷിക്കാൻ വേണ്ടി പിന്നെ ഇതിലിറങ്ങിയ സമയത്തുണ്ടായിരുന്ന മാനോളിൽ ഇറങ്ങി മരിച്ച സന്ദർഭത്തിൽ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ മുസ്ലിം വിഭാഗത്തെ എവിടെയൊക്കെ താറടിക്കാൻ കഴിയുന്നു അവിടെയെല്ലാം താറടിച്ചിട്ടുണ്ട് പല സന്ദർഭങ്ങളിലായിട്ട്. അപ്പോൾ മാത്രമല്ല അവിടെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ചില കുഴപ്പങ്ങൾക്ക് കാരണം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് ഇപ്പോൾ ഈ സമീപകാലത്ത് പോലും അതുണ്ടായി. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് PC ജോർജ് എന്ന രാഷ്ട്രീയ നേതാവ് രാഷ്ട്രീയം കൊണ്ടുപോകുന്നത് തന്നെ തൻ്റെ വയറ് നിറയ്ക്കാനാണ്, അല്ലെങ്കിൽ തൻ്റെ കുംഭ നിറയ്ക്കാൻ വേണ്ടി തന്നെയാണ് എന്ന് കാണേണ്ടി വരും. അതാരെ പിന്നെ താറടിച്ചിട്ടായാലും എങ്ങനെ ആയാലും അദ്ദേഹത്തിനൊരു കുഴപ്പമില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രൊഫൈൽ എന്ന് നമ്മൾ കാണേണ്ടത്. എന്നാലോ ഇതേ നിലയിൽ മറുഭാഗത്തുള്ള ആളെക്കുറിച്ച്, ഇപ്പോൾ സ്ഥാനാർത്ഥിയായി വന്ന ആളെക്കുറിച്ച് നോക്കിയാലോ,
എന്താണ് അദ്ദേഹത്തിൻ്റെ സ്ഥിതി? നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ പലപ്പോഴായിട്ട് ഔട്ട് ഓഫ് ഫോക്കസിലും ചർച്ച ചെയ്തതാണ്. ഏത് തരത്തിലുള്ള വ്യാജ പ്രചാരണമായിക്കോട്ടെ, എങ്ങനെയെങ്കിലും സമൂഹത്തിൽ കുഴപ്പങ്ങളുണ്ടാക്കി, കേരളീയ സമൂഹത്തിൽ കുഴപ്പങ്ങളുണ്ടാക്കി ഇവിടെ ജിഹാദി മാർക്സിസ്റ്റ് കൂട്ടുകെട്ടാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി BJP കേന്ദ്ര നേതൃത്വം നടത്തുന്ന ശ്രമങ്ങൾക്ക് ഇവിടെ ഒരു ഉച്ചഭാഷിണിയായിട്ട് നിന്നുകൊണ്ട് പ്രവർത്തിക്കുക എന്നതാണ് അദ്ദേഹം ഈ കുറഞ്ഞ കാലം കൊണ്ട്, BJPയിൽ ചേർന്നതിന് ശേഷമുള്ള കാലം കൊണ്ട്. അദ്ദേഹത്തിൻ്റെ ട്വീറ്റുകൾ നോക്കിയാൽ നമുക്കറിയാം എത്ര ട്വീറ്റുകളാണ് തെറ്റായ വാർത്തകളെ അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളെ അടിസ്ഥാനമാക്കി നടത്തിയിട്ടുള്ളതെന്ന് പോകണം. ആ കാസർഗോഡ് ബസ്സിൽ കയറിയ ബുർഖയിട്ട സ്ത്രീകൾ മറ്റൊരു പെൺകുട്ടിയെ നിർബന്ധിക്കുകയാണ്, ബുർഖയിടാത്തതിന് അവരോട് കയർക്കുകയാണെന്ന് പറഞ്ഞിട്ടുള്ള വാർത്ത എടുത്തിട്ടില്ലേ? അതുപോലെ തന്നെ തിരുവല്ലയിലാണെന്ന് തോന്നുന്നു ദേഹത്ത് PFI എന്ന് പെയിൻറ്റ് ചെയ്ത ഒരാളെക്കുറിച്ച്, ഒരു മിലിറ്ററിയിൽ നിന്ന് അവധിക്ക് വന്ന സമയത്തുള്ള ഒരാൾ PFI എന്ന് പെയിൻറ്റ് ചെയ്തു. അത് 5-6 പേരെ അയാളെ പിടിച്ചു നിർത്തി അങ്ങനെ ചെയ്തതാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് വസ്തുത എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പേ ദേശീയ തലത്തിൽ അനിൽ ആൻ്റണിയുടെ പോസ്റ്റ് വെച്ചിട്ടാണ്, ട്വീറ്റ് വെച്ചിട്ടാണ് ദേശീയ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്ത് ആർമി പോലും പ്രസ്താവന ഇറക്കുന്ന നിലയിലേക്ക് പോകുന്നൊരു സംഗതിയിലേക്ക് പോയത്. പിന്നീട് എന്താണ് മനസ്സിലായത്? അദ്ദേഹം ആ രാത്രി കള്ളു കുടിച്ചിട്ട് അദ്ദേഹം തന്നെ തൻ്റെ സുഹൃത്തിനെ കൊണ്ട് പുറത്ത് PFI എന്ന് എഴുതിപ്പിച്ചതാണ് എന്നാണല്ലോ പുറത്തു വന്നത് പിന്നീട്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ച് നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരാളെയാണ് ഇപ്പോൾ അവിടെ സ്ഥാനാർത്ഥിയായി കൊണ്ടുവന്ന് വെച്ച്. ഇദ്ദേഹമൊക്കെ എങ്ങനെയാണ് കോൺഗ്രസിൻ്റെയൊക്കെ ഇത്രയും കാലത്തെ ഒരു എന്തോ ഉത്തരവാദിത്വമൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഡിജിറ്റൽ മീഡിയ ഉത്തരവാദിത്വം, അങ്ങനെ കോൺഗ്രസ്സുകാർ തന്നെ ആലോചിക്കേണ്ടതാണ്. അങ്ങനെ ഒരാളെയാണ് ഇന്നിപ്പോൾ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് അത് PC ജോർജ് ആയാലും അനിൽ ആൻ്റണി ആയാലും വലിയ വ്യത്യാസമൊന്നുമില്ല. അവിടെ ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ള ആളുകളെ വഞ്ചിക്കാൻ, അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇങ്ങനെ ഒരാളെ കൊണ്ടുവന്ന് അവിടെ നിർത്തുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശ്യം. അത് അവിടുത്തെ ക്രിസ്ത്യൻ ജനത വ്യക്തമായി അത് മനസ്സിലാക്കും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. ഇപ്പോൾ അനിൽ ആൻ്റണി ഇപ്പോൾ PC ജോർജിൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അവിടെ വെച്ച് മധുരം കൊടുപ്പൊക്കെ നടന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആശീർവാദത്തോടെ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നാണ് അനിൽ ആൻ്റണി പറഞ്ഞത്. PC ജോർജ് പറഞ്ഞത് BJP ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും ഞാൻ പിന്തുണയ്ക്കുമെന്നാണ് PC ജോർജ് പറഞ്ഞത്. അതുമാത്രമല്ല, ഈ PC ജോർജിനെ സംബന്ധിച്ച് വലിയൊരു ഫ്രസ്ട്രേഷൻ കൂടിയുണ്ട്. അതായത് ഈ പാർട്ടി ജനപക്ഷം പിരിച്ചുവിടുകയും ചെയ്തു, BJPയിലേക്ക് വരികയും ചെയ്തു. അല്ലെങ്കിൽ ജനപക്ഷത്ത് നിന്ന് സ്ഥാനാർത്ഥിയായിട്ടെങ്കിലും പുള്ളിക്ക് മത്സരിക്കാമായിരുന്നു. അപ്പോൾ ഉത്തരത്തിലുള്ളത് കിട്ടിയതുമില്ല, കക്ഷത്തിലുള്ളത് പോവുകയും ചെയ്തു. അങ്ങനെ ഒരു BJPക്ക് ഒരു വലിയ ബാധ്യതയായി തീരുമോ PC ജോർജ്? ഒന്നാമത് നാക്കിനൊരു ബെല്ലും ബ്രേക്കും ഇല്ലാതെ സംസാരിക്കുന്ന ആൾ കൂടിയാണ്. BJPയുടെ ഏതെങ്കിലും നേതാവ്, ഏതെങ്കിലും ഒരു പ്രവർത്തകൻ പാർട്ടിയുടെ ദേശീയ കമ്മിറ്റി നിശ്ചയിച്ച ഒരു സ്ഥാനാർത്ഥിയെ കുറ്റിച്ചൂൽ എന്ന് വിളിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഏത് കുറ്റിച്ചൂൽ നടത്തിയാലും ഞാൻ വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ അനിൽ ആൻ്റണി കുറ്റിച്ചൂലെന്നാണ് PC ജോർജ് പറഞ്ഞത്. അപ്പോൾ PC ജോർജിൻ്റെ ആ പഴയ സ്വഭാവം BJPയിൽ വന്നിട്ട് മാറുന്നില്ല. BJP എന്ന് പറഞ്ഞാൽ ഒരു അർത്ഥത്തിൽ കേഡർഷിപ്പുള്ള പാർട്ടിയാണ്. അതിൽ ജനാധിപത്യമൊന്നുമില്ല, പക്ഷേ കേഡർഷിപ്പുണ്ട്. ആ കേഡർഷിപ്പുള്ളൊരു പാർട്ടിയിൽ വന്നിട്ട് പാർട്ടിയുടെ ദേശീയ നേതൃത്വം തീരുമാനിച്ചിട്ടുള്ള ആളെ കുറ്റിച്ചൂൽ എന്ന് വിളിച്ചിട്ട് അയാൾ അവിടെ നിൽക്കില്ല. പക്ഷേ PC ജോർജ് ആയതുകൊണ്ട് ഇവർ പരീക്ഷിക്കും, ഇവർ നോക്കും എന്താണ് സംഭവിക്കുക എന്നൊക്കെ നോക്കും. പക്ഷേ പത്തനംതിട്ട BJPയുടെ സ്ട്രാറ്റജി എനിക്ക് തോന്നുന്നത്, പത്തനംതിട്ട അനിൽ ആൻ്റണി എന്നല്ല, ഇപ്പോൾ PC ജോർജ് എന്നാലും ജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ കാരണം പത്തനംതിട്ടയിലെ ഏറ്റവും പ്രമുഖരായ ക്രൈസ്തവ സഭാ വിഭാഗം എന്ന് പറഞ്ഞാൽ ഓർത്തഡോക്സ് സഭയാണ്. അപ്പോൾ ഓർത്തഡോക്സ് സഭയിലെ 1-2 പുരോഹിതർ, ചില മെത്രാന്മാർ ഒക്കെ BJPയുടെ അനുഭാവം കാണിക്കുന്നവരുണ്ട് എന്നുള്ളത് ശരിയാണ്. പത്തനംതിട്ടയിലെ പന്തളം നഗരസഭയിൽ ഓർത്തഡോക്സ് സഭയുടെ സഭാ നേതാക്കൾ, അതായത് പുരോഹിതരല്ല, സഭാ ട്രസ്റ്റിമാരൊക്കെ ഉൾപ്പെടെയുള്ളവർ BJP സ്ഥാനാർത്ഥികളായി ഇന്ന് ജയിച്ച പന്തളം നഗരസഭ ഭരിക്കുന്ന BJPയാണ്. അപ്പോൾ ഓർത്തഡോക്സ് സഭയിലേക്ക് കടന്നു കയറാൻ RSSും BJPയും വലിയ ശ്രമം നടക്കുന്നുണ്ട്. അതിൽ കുറേയൊക്കെ അവർ വിജയിച്ചിട്ടുണ്ട്. പക്ഷേ എന്ന് കരുതി ഓർത്തഡോക്സ് സഭ മുഴുവനായി BJP സപ്പോർട്ടിംഗ് അല്ല എന്ന് മാത്രമല്ല, ഓർത്തഡോക്സ് സഭയുടെ സഭാതലവൻ കഴിഞ്ഞ ഈസ്റ്ററിന് ഡൽഹിയിൽ നടത്തിയ ഒരു പ്രസംഗം ഓർമ്മയുണ്ടാവും. അതിരൂക്ഷമായി രാജ്യത്ത് ക്രൈസ്തവ സമുദായങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾക്കെതിരെ അതിരൂക്ഷമായി അദ്ദേഹം പ്രസംഗിക്കുകയുണ്ടായി. എന്ന് മാത്രമല്ല, തൃശ്ശൂർ ഭദ്രാസനാധിപൻ യുഹാനോൻ മാർ മിലിത്യോസ് അതിരൂക്ഷമായി BJPക്കെതിരെ BJPയെ പേരെടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും രാജ്യത്ത് നിലനിൽക്കുന്ന വിദ്വേഷ രാഷ്ട്രീയത്തിനെതിരെ നിരന്തരം ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ ഓർത്തഡോക്സ് സഭ അങ്ങനെ ബ്ലോക്കായിട്ട് BJP കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. അനിൽ ആൻ്റണി ആകട്ടെ ഓർത്തഡോക്സ് സഭാംഗവുമല്ല. ഓർത്തഡോക്സ് സഭ എന്ന് പറഞ്ഞാൽ നമ്മുടെ മന്ത്രി വീണ ജോർജിൻ്റെയൊക്കെ സഭയാണ്. അപ്പോൾ അനിൽ ആൻ്റണിയെ നിർത്തിയാൽ അവിടെ ക്രൈസ്തവ വോട്ട് കിട്ടുന്ന ഓർത്തഡോക്സ് സഭ ആയാലും പിന്തുണയ്ക്കില്ല. പിന്നെ അനിൽ ആൻ്റണി ഒരു കത്തോലിക്കനാണ്. അദ്ദേഹത്തിൻ്റെ ജനിച്ചതൊരു കത്തോലിക്ക കുടുംബത്തിലാണ്. പക്ഷേ AK ആൻ്റണി അങ്ങനെ ഒരു മതവിശ്വാസിയായിരുന്നില്ല. അനിൽ ആൻ്റണി അങ്ങനെ സഭയ്ക്ക്, ഇനി കത്തോലിക്ക സഭയ്ക്ക് തന്നെ സ്വീകാര്യനായ ഒരു മനുഷ്യനുമല്ല. ആകെ അനിൽ ആൻ്റണിയുടെ സ്വീകാര്യത പോയിന്റ് എന്ന് വെച്ചാൽ എന്താണ്? അയാൾ AK ആൻ്റണിയുടെ മകനാണ് എന്നുള്ളതാണ്. അതുകൊണ്ട്
കേരളത്തിൽ ഞങ്ങളൊരു സീറ്റിൽ അയാൾ നിർത്തി എന്ന് പറഞ്ഞാൽ അതവിടെ ജയിക്കാൻ വേണ്ടിയല്ല, അത് ദേശീയ തലത്തിൽ എ കെ ആൻ്റണിയുടെ മകനെ ഞങ്ങളവിടെ പ്ലേസ് ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ്, അല്ലാണ്ട് ജയിക്കാൻ വേണ്ടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പി സി ജോർജ് നിർത്തിയാൽ ബി ജെ പിക്ക് ആ ലക്ഷ്യം നിറവേറ്റില്ല. ആ സീറ്റ് ജയിക്കാനാണെങ്കിൽ, ആ സീറ്റിൽ വോട്ട് വർദ്ധിപ്പിക്കാനാണെങ്കിലും, പത്തനംതിട്ട സീറ്റിൽ വോട്ട് വർദ്ധിപ്പിക്കാനാണെങ്കിലും ആരെ നിർത്താനാണ് ബി ജെ പി ശ്രമിക്കുക? അപ്പോൾ എം ടി രമേശാണ് മത്സരിച്ചിട്ടുണ്ട്, നല്ല വോട്ട് പിടിച്ചിട്ടുണ്ട്. കെ സുരേന്ദ്രൻ മത്സരിച്ചിട്ടുണ്ട്, നല്ല വോട്ട് പിടിച്ചിട്ടുണ്ട്. അവർ വോട്ട് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വോട്ട് താഴ്ന്നു പോകാനാണ് സാധ്യത. അനിൽ ആൻ്റണിയാണ് പി സി ജോർജ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതേസമയം ഒരു ശക്തനായ ഒരു ബി ജെ പി നേതാവാണെങ്കിൽ അവർ വോട്ട് വർദ്ധിക്കുകയാണ് അവിടെ ചെയ്യുക എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈ നിർത്തുന്നതുകൊണ്ട്, അനിൽ ആൻ്റണിയുടെ ഈ സ്ഥാനാർത്ഥിത്വം കൊണ്ട് ബി ജെ പി ഉദ്ദേശിക്കുന്നത് എ കെ ആൻ്റണിയുടെ ഒരു മകനെ ഞങ്ങളവിടെ പ്ലേസ് ചെയ്തു, അല്ലാതെ ഇത് ജയിക്കാനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ലിസ്റ്റ് നോക്കുക, കേരളത്തിൽ പുറത്തു വന്നിട്ടുള്ള ലിസ്റ്റിൽ ഏതെങ്കിലും തരത്തിൽ 2019 തെരഞ്ഞെടുപ്പ് നേട്ടമുണ്ടാക്കുന്ന ഏതെങ്കിലും സ്ഥാനാർത്ഥി ആ ലിസ്റ്റിലുണ്ടോ? എനിക്ക് കണ്ടിട്ട് തോന്നുന്നില്ല. ഇപ്പോൾ അനിൽ ആൻ്റണി ആവട്ടെ, ഇപ്പോൾ സുരേഷ് ഗോപി പോലും ഈ തവണ തൃശ്ശൂരിൽ കഴിഞ്ഞ തവണ നേട്ടമുണ്ടാവുമെന്ന് തോന്നുന്നില്ല. കാരണം അത്രമാത്രം തിരിച്ചടികൾ ഉണ്ട്. മാത്രമല്ല UDFിൻ്റെ LDFയും സ്ഥാനാർത്ഥികൾ വളരെ പ്രഗത്ഭരായ 2 സ്ഥാനാർത്ഥികളാണ്. ഇപ്പോൾ പുറത്തു വന്ന ആ ലിസ്റ്റിൽ 2019 മികച്ച സ്ഥാനാർത്ഥിയില്ല എന്ന് മാത്രമല്ല, ഇത്തവണ ഏതെങ്കിലും സീറ്റ് ജയിക്കണം എന്ന ഉദ്ദേശത്തോടെ നിൽക്കുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് രാജീവ് ചന്ദ്രശേഖർ എടുക്കുക. രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് വന്ന് മത്സരിച്ച് ദയനീയമായി പരാജയപ്പെടുന്ന ആലോചിച്ചു. ഇപ്പോൾ കുമ്മനം രാജശേഖരൻ, ഒ രാജഗോപാൽ എന്നിവർ നേടിയ വോട്ട് നേടാതെ അദ്ദേഹം തോറ്റു വന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് തന്നെ പ്രശ്നമാണ്. പക്ഷേ അതത്ര സീരിയസ് ആയിട്ട് ബി ജെ പി ദേശീയ നേതൃത്വം എടുത്തിട്ടില്ല. രാജീവ് പോയി തോറ്റാലും കുഴപ്പമില്ല എന്നുള്ളതാണ് അവരുടെ രീതി. അല്ലെങ്കിൽ അതർവൈസ് നിർമ്മലാ സീതാരാമനെയോ എസ് ജയശങ്കരെയോ നേരത്തെ ചർച്ച ചെയ്താണ്. അങ്ങനെ അവർ നിർത്തി അവർക്ക് പ്ലേസ് ചെയ്യാമല്ലോ. ഈവൻ തമിഴ്നാട് സ്വദേശികളായ എസ് ജയശങ്കരെയും നിർമ്മലാ സീതാരാമനും ധൈര്യമുണ്ടെങ്കിൽ തമിഴ്നാട്ടിലെടുത്ത് മത്സരിപ്പിക്കുമെന്ന് DMK നേതൃത്വം വെല്ലുവിളിക്കുന്നുണ്ട്. നിങ്ങൾക്ക് തമിഴ്നാടിനോട് അത്ര സ്നേഹമാണെങ്കിൽ ഇവർ തമിഴന്മാരാണല്ലോ, തമിഴ്നാട്ടിൽ ഒന്നും മത്സരിക്കും, ധൈര്യമുണ്ട് മത്സരിക്കും. അതായത് മോദി രാമനാഥപുരത്ത് മത്സരിക്കും എന്ന് പറഞ്ഞപ്പോൾ DMK വെല്ലുവിളിച്ചതാണ്. മോദി തമിഴ്നാട്ടുകാരനല്ലോ, തമിഴ്നാട്ടുകാരായ 2 പേർ കേന്ദ്രമന്ത്രിമാരുണ്ടല്ലോ, അവരവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നതാണ് അവർ വെല്ലുവിളിക്കുന്നത്. അപ്പോൾ ബി ജെ പിയുടെ ഈ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ഇപ്പോൾ നിലവിൽ വന്നതിൽ അവരതിന് സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. ഒരു 500 കോടി മുടക്കാം എന്നതിനപ്പുറം അവർക്ക് അതുകൊണ്ട് ആ പ്ലേസ് ചെയ്യുന്നതുകൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിൽ അവർ ചില കാര്യങ്ങൾ ഒരു ടോക്കൺ ആയിട്ടാണ് ഇതിൻ്റെ കാണുന്നതാണ് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും ഇനി തെരഞ്ഞെടുപ്പിന് തീയതി പ്രഖ്യാപിച്ചിട്ടില്ല, ദിവസങ്ങളുണ്ട്. നമ്മൾ കണ്ടതൊന്നുമല്ല, കാണാനിരിക്കുന്നതേ ഉള്ളൂ, കണ്ടറിയാം.